ബന്ധുട്ടപ്പൻ സാധനം ചീങ്കണ്ണിയെ കടിക്കത്. ഇതാണ് ശരിക്കുള്ള 4x4, മനസ്സിലായ? ഒറിജിനൽ 4x4. അത് 4x4 ഹൈറ്റാണ് നമ്മുടെ സാധനം, ഹനുമാൻ ഗിയർ. ഇത് 2 വീൽ ഡ്രൈവ് 4 വീൽ ഡ്രൈവ് ആക്കാനുള്ള ലിവറാണ് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ ട്രാൻസ്മിഷൻ ഗിയർ ലിവർ. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം, ഇതിന് 2 ബ്രേക്ക് പെഡലുണ്ട്. അതായത് ഓരോ സൈഡിനും ഓരോ ബ്രേക്ക് വീതം കൊടുത്തിരിക്കുക. നമ്മുടെ ഈ പാടത്തും ചളിയിലൊക്കെ ഇട്ട് വണ്ടി തിരിക്കുന്നത് അങ്ങനെയാണ്, ഓരോ സൈഡ് വീതം ബ്രേക്ക് ചെയ്തിട്ടേ ഇത് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രാക്ടേഴ്സിന് ഈ ബ്രേക്ക് പാഡ് പോകുന്ന വീൽ ബെയറിംഗ് ഒക്കെ പോകുന്നത് സ്ഥിര സംഭവമാണ്. വണ്ടിയിൽ അങ്ങനെ ഇലക്ട്രോണിക്സിന്റെ സെൻസറിന്റെ വലിയ ശല്യമൊന്നുമില്ല. നമുക്ക് എഞ്ചിൻ റൂം നോക്കാം കേട്ടോ. ആഹാ, എന്താ സമാധാനം അണ്ടാ, ഒരു നൂലാമലകളും ഇല്ല. ഈ ലോ RPM നല്ല ടോർക്ക് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻസാണ്. അപ്പോൾ ഈ ട്രാക്ടേഴ്സിൻ്റെ എഞ്ചിൻസ് മിക്കവാറും ഡീസൽ എഞ്ചിൻസ് ആയിരിക്കും. അതായത് തെങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ തെങ്ങുമ്പോൾ കയറുന്നത്. ഇത് വണ്ടിയുടെ എയർ ഫിൽറ്റർ എല്ലാം സിമ്പിളാണ്. പിന്നെ എന്തുട്ട സാധനം എന്ന് പറയാൻ അടിയിൽ കിടന്നിട്ട് എങ്ങനെ നോക്കിയാൽ മതി. ആ ഡിഫിൻ്റെയും ട്രാൻസ്ഫർ കേസിൻ്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഒക്കെ കനം കണ്ട. ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ടിപ്ട്രോണിക് ഷിഫ്റ്റിംഗ് ഇല്ല, വണ്ടി വഴി എടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഇരുന്നിട്ട്. ബോഡി മസാജ് ഒക്കെ കിട്ടും. മൈലേജ് എന്ന് പറയാൻ 1 മണിക്കൂർ ഓടാൻ ഒരു 6-7 ലിറ്റർ ഡീസൽ വേണം. പിന്നെ ആക്സസറീസ് ഒക്കെ പിന്നിൽ എന്ത് വേണമെങ്കിൽ കയറ്റാം, വലിയ ടയർ ഇടാം. അങ്ങനെ വലിയ ഫൈനൊന്നും വരില്ല അതിന്. ആണ് സാധനം. ലക്ഷങ്ങളും കോടികളും കൊടുത്ത് മേടിച്ച് നന്നായിട്ട് മണ്ണിലിട്ടൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ കേടാണ്. മറ്റേ ഓൾ വീൽ ഡ്രൈവ് വണ്ടി പരിപാടി ഒന്നുമില്ലത്. ട്രാൻസ്ഫർ കേസിൽ ലോ റേഞ്ച് ഗിയറുള്ള പ്രോപ്പർ 4x4 പുത്തൻ വണ്ടി 10 ലക്ഷത്തിന് താഴെ കിട്ടും. ഞെട്ടിയാ?